കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ആരംഭം. ശംഖനാദങ്ങൾ മുഴങ്ങുന്നു. ഞാണൊലികളും നിലവിളികളും നിറയുന്നു. ആ നിമിഷത്തിൽ അർജുനൻ വീണ്ടും തളർന്നിരുന്നുകൊണ്ട് ആശങ്കയോടെ പറഞ്ഞു, കൃഷ്ണ, ഈ യുദ്ധത്തിൽ ഞാൻ ജയിച്ചാലും തോറ്റാലും എനിക്കെന്താണ് ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും ഭയം തോന്നുന്നത്? അപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭൗ ജയാജയൗ. കൃഷ്ണൻ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അർജുന, നീ ജയിച്ചാലും തോറ്റാലും, ലാഭം വന്നാലും നഷ്ടം വന്നാലും, സന്തോഷം കിട്ടിയാലും ദുഃഖം വന്നാലും എല്ലാം ഒരുപോലെ കാണാൻ പഠിക്കൂ. അർജുനൻ ചോദിച്ചു, അത് മനുഷ്യനായ എന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കും? കൃഷ്ണൻ ചിരിച്ചു. നീ ഫലത്തെ പിടിച്ചു നിൽക്കുമ്പോഴാണ് നിനക്ക് ഭയമുണ്ടാകുന്നത്. എന്നാൽ നീ എല്ലാത്തിനെപ്പറ്റിയും സമത്വത്തോടെ ചിന്തിച്ചാൽ ഭയം തന്നെ അപ്രത്യക്ഷമാകും. ജയപരാജയങ്ങളെയും ലാഭനഷ്ടങ്ങളെയും സുഖദുഃഖങ്ങളെയും നീ ഒരുപോലെ കൈകാര്യം ചെയ്യൂ. ആ വാക്കുകൾ അർജുനന്റെ ഹൃദയത്തിൽ തട്ടി. അർജുനന് പുതിയ ഊർജം കൈവന്നതുപോലെ തോന്നി. ഈ വാക്കുകൾ ഇന്നത്തെ യുവതലമുറയ്ക്കുള്ളതാണ്. ഇന്നെന്താണ് നടക്കുന്നത്? ചെറിയ തോൽവികളെ സഹിക്കാനാവാതെ കുട്ടികൾ തകർന്നു പോകുന്നു. ചെറിയ വിജയങ്ങളിൽ പോലും അമിതമായി സന്തോഷിക്കുന്നു. ചെറിയ നൈരാശ്യങ്ങളെപ്പോലും അതിജീവിക്കാൻ അവർക്ക് കഴിയുന്നതേയില്ല. അടുത്തവന്റെ വിജയത്തിൽ അങ്ങേയറ്റം അസൂയപ്പെടുന്നു. അത് ശത്രുതയായി മാറുന്നു. ഇതെല്ലാം മുൻപ് പറഞ്ഞ സമത്വമില്ലാത്തതിനാലാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കാതെ ശാന്തമായിരിക്കുക. പരാജയങ്ങളിൽ മനഃശക്തി കൈവിടാതിരിക്കുക. ജീവിതം മാറും, സാഹചര്യങ്ങൾ മാറും. പക്ഷേ നമ്മളായിരുന്നാൽ അതാണ് വിജയം. എല്ലാത്തിനോടും പ്രതികരിക്കാതിരിക്കുക. ഇവിടെ രക്ഷിതാക്കൾ കൃഷ്ണനെ പോലെയാകണം. കുട്ടികൾ അർജുനനെ പോലെയാണ്. അവരുടെ മനസ്സ് തളരുമ്പോൾ അവരെ കൂടുതൽ തളർത്തരുത്. അവരുടെ പരാജയങ്ങളിൽ അവരെ കുറ്റപ്പെടുത്തിയും ശകാരിച്ചും കൂടുതൽ പരാജയങ്ങളിലേക്ക് നയിക്കരുത്. അവരുടെ ചെറിയ വിജയങ്ങളിൽ ഒരുപാട് പുകഴ്ത്തി അവരുടെ ആത്മവിശ്വാസം തകർക്കരുത്. ജയവും പരാജയവും നേരിടാൻ കരുത്തുള്ളവരാക്കി അവരെ മാറ്റണം. മഹാഭാരത കഥകൾ വെറുതെ വായിച്ചു പോകാനുള്ളതല്ല. അതിൽ ജീവിതമുണ്ട്. ജീവിതമാണത്. ഹരേ കൃഷ്ണ.